ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എന്നും ഒരു നല്ലൊരു ഇൻട്രോ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കത്തില്ല. എന്നും ഓരോ തിരക്കായിട്ട് ഓടിപ്പിടിച്ചൊക്കെ ആയിരിക്കും ഓരോ സ്ഥലത്തേക്കുള്ള യാത്ര. ഇന്നും അതുപോലെ ഓടിപ്പിടിച്ചൊരു യാത്രയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ സീൻസാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പോകുന്നത് 7-ാം മാസത്തെ ചെക്കപ്പ് ചെയ്യാനായിട്ടാണ്. ഉള്ളിൽ സന്തോഷവും ടെൻഷനും ഒക്കെ നിറഞ്ഞ ദിവസമാണ് അത്. എല്ലാ പ്രാവശ്യവും ചെക്കപ്പിന് പോകുമ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഉള്ളൊരു സന്തോഷം കുഞ്ഞാവയെ കാണാമല്ലോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതാ മോനെ സ്കൂളിലാക്കി, മോളെയും ഇതാ സ്കൂളിലോട്ടാക്കിയിട്ടുണ്ട്. രണ്ടുപേരെയും സ്കൂളിലാക്കിയിട്ടാണ് പോകുന്നത്. നേരത്തെ പോയാൽ നേരത്തെ തന്നെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് വീടെത്താം. അപ്പോൾ ഇവരെ രണ്ടുപേരും സ്കൂളിലാക്കിയിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് എപ്പോഴും കഴിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത്. ഇന്ന് ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് ചേട്ടൻ വണ്ടിയിലിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഞാൻ വീട്ടിൽ വെച്ച് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 7-ാം മാസത്തിലെ സ്കാനിങ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നതിന് മുന്നേ തന്നെ ബി പിയും വെയിറ്റും ഒക്കെ നോക്കി വയ്ക്കും. അങ്ങനെ അതൊക്കെ നോക്കി ബി പി ഇത്തിരി ലോയാണ്. പ്രഗ്നൻസിയുടെ ആദ്യം തൊട്ട് തന്നെ ബി പി നല്ല ലോ ആയിട്ടായിരുന്നു. പിന്നെ ഡോക്ടർ ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിക്കുന്ന ഡോക്ടർ ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ പിന്നെ വന്നത് സ്കാനിങ് ചെയ്യാനാണ്. സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇനി അടുത്ത ഡോക്ടറെയും കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ സ്കാൻ ചെയ്യാനായിട്ട് വന്നിരുന്നു. പക്ഷെ നല്ല തിരക്കായിരുന്നു. 9 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഞങ്ങളവിടെ ഒരു 8:45 കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല തിരക്കായിരുന്നു. ഡോക്ടർ നല്ല തിരക്കുള്ള ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഏകദേശം ഒരു 10-11 മണിയായപ്പോഴാണ് സ്കാനിങ് കഴിഞ്ഞത് തന്നെ. അതിനിടയ്ക്ക് ഇതാ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ഞാൻ ശരിക്കും ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറില്ല. പെട്ടെന്ന് വരാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ എപ്പോഴും അവിടെ പോകുമ്പോൾ ലേറ്റായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാനൊരു ബിസ്ക്കറ്റും ഇങ്ങനത്തെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വെറുതെ ഇരിക്കണ്ടല്ലോ, കഴിക്കാമല്ലോ. സത്യം പറഞ്ഞ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും എനിക്കിഷ്ടമല്ല. അതിലാകെപ്പാടെ ഇഷ്ടമുള്ളത് ഈ ഒരു സാധനമാണ്. ഇത് കിവിയാണ് കേട്ടോ. അപ്പം ഇത് മാത്രം കഴിച്ചു. കുറച്ച് ചേട്ടനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആൾക്കാരിയ്ക്കുമല്ലേ. ആൾക്കാർക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ഫൈനലി നമ്മളെ സ്കാനിങ്ങിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോമൊക്കെ തന്നിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ലിംഗനിർണ്ണയം ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഫോമാണ്. അതൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. സ്കാനിങ് കഴിഞ്ഞു, ഡോക്ടറെയും കണ്ടു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ടി ടിയുടെ സെക്കൻഡ് ഡോസ് ഇന്ന് എടുക്കാമെന്നുള്ളത്. പിന്നെ നേരെ പോയി ടി ടി ഒക്കെ എടുത്തു. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോഫിയും ഒരു സാൻഡ്വിച്ചും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ബേബി സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി 2 വീക്സ് കഴിഞ്ഞിട്ടാണ് ചെക്കപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം തന്നെ സമയം 1:30 മണിയായി. ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഇതിനിടയ്ക്ക് മോനെ വിളിച്ചിട്ട് ട്യൂഷനൊക്കെ ആക്കണം. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കരക്കൊക്കെ കുടിച്ചത്. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. അങ്ങനെ മോനെ വിളിച്ചുകൊണ്ട് ട്യൂഷനൊക്കെ ആക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് നേരെ പോയത്. ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വൈകിട്ട് ഇറങ്ങാനാണ് പ്ലാനിങ്. അപ്പോൾ നേരെ പോയി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നേ. ചോറും ചിക്കനും കപ്പയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി നന്നായിട്ടൊന്ന് കഴിച്ചു. അമ്മയും അച്ഛനും കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് കോഴിക്കുഞ്ഞിനും ബാക്കി നമ്മുടെ പ്രാവ് മീനിനൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട്. രാവിലെ ഒരു സ്റ്റെപ്പ് ഫുഡ് കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ എന്തായാലും ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് വീടെത്തിയപ്പോഴത്തേക്കും. അപ്പോൾ ഇനി അതിനൊക്കെ ഫുഡ് കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി കുറച്ച് നേരം ഒന്ന് നടക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ ചെടികളും ഇതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ വെറുതെ നടക്കുവാണ്. അങ്ങനെ നമ്മുടെ 7-ാം മാസത്തെ സ്കാനിങ്ങും ചെക്കപ്പും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. ബേബി സുഖമായിട്ടിരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ പോവുകയാണ്. എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.